നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ. ഫാർമസിയിലോ അല്ലെങ്കിൽ കൗണ്ടറിലും നമ്മുടെ അടുത്താണെങ്കിലും ധാരാളം ആൾക്കാർ വന്ന് ചോദിക്കും, ഡോക്ടറെ മുടി കൊഴിച്ചിലാണ്, എന്തെങ്കിലും എണ്ണ തരാമോ? മുടി കൊഴിച്ചിൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനുള്ള എന്നോടുള്ള പ്രയോജനം എല്ലാം നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. മുടി കൊഴിച്ചിലിനുള്ള ചികിത്സ എണ്ണ തേപ്പാണ് എന്നുള്ള ഏറ്റവും തെറ്റായ ധാരണയാണ്. മുടി കൊഴിച്ചിൽ എന്തുകൊണ്ട് വരുന്നു എന്ന് ആദ്യം ചിന്തിക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോണിന്റെ ആവശ്യത്തിനുള്ള പ്രവർത്തനം ഇല്ലായ്മ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, കാൽസ്യം ഡെഫിഷ്യൻസി, എന്തെങ്കിലും മാലിഗ്നൻസി, അകത്ത് നമ്മൾ അറിയാതെയുള്ള എന്തെങ്കിലും പോലെയുള്ള മറ്റ് മാലിഗ്നൻസി അവസ്ഥകൾ, ഇതുകൊണ്ടെല്ലാം മുടി കൊഴിച്ചിൽ വരും. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരാൾക്ക് തീർച്ചയായും തൈറോയ്ഡ് ഹോർമോണിന്റെ സപ്പോർട്ട് ഇല്ലാതെ മുടി കൊഴിച്ചിൽ മാറ്റാൻ സാധിക്കും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പൊ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ ഡി ഡെഫിഷ്യൻസി. അത് തീർച്ചയായിട്ടും മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കുറയുന്നതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ്. ഈ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് മുഖ്യമായിട്ടും സൂര്യപ്രകാശത്തിലൂടെയും ചീസ്, വെണ്ണ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ്. ഇപ്പോഴത്തെ കാലത്തിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു കാലത്തിന് ആൾക്കാര് പുറത്തിറങ്ങി എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ വെയിലുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടും വൈറ്റമിൻ ഡി വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അത് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളതിന്റെ ഈ ഒരു ഫുഡ് ശീലിക്കുക മാത്രമല്ല, അതിനുള്ള സപ്ലിമെന്റ് എടുക്കേണ്ടതായിട്ട് കൂടി വരും. പിന്നെ ആ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ പറഞ്ഞതിന്റെ കൂടെ പറയുകയാണ്, ഈ PCOD പോലെയുള്ള മെറ്റബോളിക് സിൻഡ്രോമുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ ഏറ്റവും വലിയൊരു സിംറ്റമാണ്. ഈ ഒരു കേസിൽ PCOD അല്ലെങ്കിൽ ഫാറ്റി ലിവർ തുടങ്ങിയ കേസുകളിലെല്ലാം ഹെയർ ഫോൾ ധാരാളമായിട്ട് കാണാറുണ്ട്. ഇത്രയൊക്കെ കാരണങ്ങൾ മുടി കൊഴിച്ചിലുണ്ട്. അതുകൊണ്ട് ഒരു എണ്ണ കൊണ്ട് മാത്രം ഈ മുടി കൊഴിച്ചിൽ മാറുമെന്നുള്ള തെറ്റായ ധാരണയാണ്. ആ എണ്ണ കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാതിരിക്കുമ്പോൾ ആയുർവേദവും തെറ്റാണെന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുന്നു. നന്നായിട്ട് അറിയാവുന്ന ഒരു ആയുർവേദ വൈദ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അത് ആ വരുന്ന പേഷ്യന്റിനെ ബോധവൽക്കരിച്ചാൽ മാത്രമേ ആ ഒരു ചിന്ത മാറുകയുള്ളൂ. എണ്ണ കൊണ്ട് മാത്രമല്ല, എണ്ണയ്ക്ക് പുറമെ ആ മുടി കൊഴിച്ചിലിന്റെ തക്കതായ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ചികിത്സിക്കുകയാണ് വേണ്ടത്. അത് വൈറ്റമിൻ ഡിയോ കാൽസ്യമോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഇംബാലൻസോ എന്തോ ആവാം. അതെന്താണെങ്കിലും അതിനുള്ള ചികിത്സയും കൂടെ ചെയ്തതിനു ശേഷം എണ്ണ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവ് കിട്ടും.